അന്നൊരു ദിനം രോഹിണി നാളിൽ നന്ദനന്ദനൻ രാമനുമൊത്ത് അച്ഛന്റെ പട്ടുമെത്തമേലേറി സ്വച്ഛന്തം നിദ്ര കൊള്ളുന്ന നേരം കാലേ ജോലി കഴിച്ചോര യശോദ ബാലന്മാരെ വിളിക്കുവാനെത്തി. ഇന്നു കണ്ണന്റെ പക്കപ്പിറന്നാൾ, പൊന്നു മക്കളുണർന്നെഴുന്നേൽക്കൂ. നേരത്തെ പോയി കുളിച്ചു വരേണം, പുത്തൻ പട്ടുകൾ ചാർത്തിട വേണം. 10 പൂമാല ചൂടണം, കാലേ തീർത്തു വെച്ചൊരു പായസമുണ്ണാം. സൂര്യദേവനുദിച്ചിടും മുമ്പേ കാര്യമെല്ലാം കഴിയണമുണ്ണി. നാമം ചൊല്ലി എഴുന്നേൽക്കൂ കണ്ണാ, ശ്യാമാ വേഗം വരിക കുളിക്കാൻ. തണ്ടാർമാതിനു തുല്യമേ യശോദ രണ്ടാളെയും എണീപ്പിച്ചു പുൽകി. താരും തോൽക്കുമ കൊച്ചുകരങ്ങൾ ചാരുഗാത്രി പിടിച്ചു നടന്നു. പല്ലു തേപ്പിച്ചു നാവു വടിച്ചു, മെല്ലെ കണ്ണും മുഖവും കഴുകി. കൊച്ചു ചൂടായ വെള്ളമൊഴിച്ചു തേച്ചു കങ്കണാചാനകരത്താൽ. അമ്മയോടപ്പോളോതി മുകുന്ദൻ, എന്മൈ നന്നായി തേക്കണമെന്ന്. പൊട്ടയാവും കറുപ്പെല്ലാം പോയി ചേട്ടനെ പോലെ നന്നായി വെളുക്കാൻ. മന്ദം ദേവി ചിരിച്ചുര ചെയ്തു, സുന്ദരം നിന്റെ വണ്ടണി വർണ്ണം. മോളിലെല്ലാം മതിച്ചു നടക്കും കാളമേഘം കറുപ്പല്ലേ കണ്ണ. ഊഴി തന്നിലതല്ലിയാർക്കും ആഴിയുമുണ്ണി നിന്നിറമല്ലേ. എങ്ങും ചാരുത ചാർത്തുന്നതാണീ ഭംഗി തിളങ്ങുന്ന നിന്നിറം കണ്ണ. അണ്ണനെത്ര വിഷാദിക്കുന്നെന്നോ വെണ്ണ പോലെ വെളുത്ത നിറത്താൽ. ഏവമമ്മ പറഞ്ഞതു കേട്ടു പാവം കണ്ണനു സമ്മതമായി. ഇത്തരത്തിൽ കളിക്കുന്ന കണ്ണൻ ചിത്തരംഗത്തിൽ നൃത്തമാടേണം.